CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഒളിയമ്പുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. യോഗനാഥ മാസികയിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിച്ചാൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ആരംഭിക്കുമെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഈ SNDP മുഖപത്രം യോഗനാഥത്തിലാണല്ലോ ഇങ്ങനൊരു ലേഖനം വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലായിരിക്കാം ഇത്തരമൊരു ലേഖനം എഴുതിയത്? പറയൂ മനീഷ് മഹിപാൽ. ഫെബ്രുവരി ആദ്യ ലക്കത്തിലെ ഈഴവർ വെറും കറിവേപ്പില എന്ന തലക്കെട്ടോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ലേഖനം എഴുതുന്നത്. അത് ഇന്ന് കേരളാമതി അടക്കമുള്ള പത്രങ്ങൾ ആ യോഗനാഥന്റെ അവരുടെ എഡിറ്റോറിയൽ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈഴവർ തഴയപ്പെടുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി BJPയിലും കോൺഗ്രസിലും CPMലൊക്കെ തന്നെ എങ്ങനെ തഴയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ആദ്യ പാരഗ്രാഫുകളിൽ വെള്ളാപ്പള്ളി നടേശൻ വിശദീകരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയ CPM അടക്കമുള്ള പാർട്ടികളെ വളരെ ഗൗരവമായി വിമർശിക്കുന്ന വരികൾ അതിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയിൽ അത്തരമൊരു ജനകീയ മുഖത്തെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പുതിയ നേതൃനിരയെ കൊണ്ടുവരാൻ ഇപ്പോഴും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ സംഘാടന മികവും ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ സൗമ്യ മുഖവുമായിരുന്നു ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഏറ്റവും വലിയ ബലം. പക്ഷേ ഇന്ന് ആ ബലമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്നുള്ളൊരു ഒളിയമ്പ് കൂടിയാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും അദ്ദേഹത്തിന്റെ വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അതായത് ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന പല പ്രവർത്തനങ്ങളും അതിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന വിമർശനമുണ്ട്, പോരായ്മകളുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതിന്റെ മേന്മകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഓഫീസിലിരുന്ന് നടത്തുന്ന പ്രവർത്തനം കൊണ്ട് അത്തരം മേന്മകളൊക്കെ തന്നെ നിഷ്പ്രഭമായി പോവുകയാണ്. അതുകൊണ്ട് തൻ്റെ ഈ വിമർശനത്തെ നല്ല ശുദ്ധിയോടുകൂടി കണ്ട് ആ തെറ്റുകൾ മനസ്സിലാക്കി അത് വിലയിരുത്തി തിരുത്തണമെന്ന ഒരു അപേക്ഷ കൂടി നൽകുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ലേഖനത്തിൽ പറയുന്നത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യം, അത് പാർട്ടിയിൽ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മികവ് നികത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ഒളിയമ്പാണ്. അത് എം വി ഗോവിന്ദനെതിരായിട്ടുള്ള ഒരു ആയുധം തന്നെയാണ്. ഈ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ലെന്നുള്ള വലിയ വ്യാഖ്യാനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ CPMൽ തമ്മിൽ ഭേദം, ഈഴവരെ പാർലമെന്ററി തലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ പരിഗണിക്കുന്നതിൽ തമ്മിൽ ഭേദം CPM ആണ്. എങ്കിൽ കൂടി CPMന്റെ ചില ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈഴവരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി വൈസ് ചാൻസലർ, MP മാർ തുടങ്ങിയിട്ടുള്ള PSC നിയമനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈഴവരെ തഴയപ്പെടുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ, അവരുടെ ബലം, അവരുടെ നട്ടൽ എന്ന് പറയുന്ന ഈഴവരാതി പിന്നാക്ക വിഭാഗമാണെന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി R ശങ്കറിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ ആകെ ഈഴവർ തഴയപ്പെടുന്നു എന്ന് വിമർശനമുണ്ട്. BJPയിലാണെങ്കിൽ വളരെ കഷ്ടമാണെന്നുള്ള കാര്യമുണ്ട്. കോൺഗ്രസിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ ഈ വിമർശനം ഉന്നയിക്കുന്ന ആദ്യമായിട്ടല്ല. K ബാബു അല്ലാതെ മറ്റൊരു MLA പോലും കോൺഗ്രസിലില്ല. അവരുടെ രീതി തന്നെ ഈഴവരെ തഴയുകയും മറിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് ഈഴവരാതി പിന്നോക്ക വിഭാഗം ഉള്ള ഭൂരിപക്ഷത്തെ അവഗണിക്കുന്ന തുല്യമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ലേഖനത്തിൽ പറയുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.